പക്ഷേ എന്തൊക്കെയായാലും ഷിയ സുന്നി പ്രശ്നമായാലും ശരി, അമേരിക്ക തുടങ്ങി വെച്ച ഭീകരവാദ വേട്ടയായാലും ശരി, അവസാനം ചെന്നെത്തി നിൽക്കുന്നത് നമ്മളീ പറഞ്ഞ അഭയാർത്ഥി പ്രശ്നമാണ്. ഈ അഭയാർത്ഥി പ്രശ്നം ഇന്ന് ഈ പറയുന്ന യൂണിസെഫിൻ്റെ മുന്നിൽ വലിയൊരു കീറാമുട്ടിയായിട്ട് അവർ വലിയ ശ്രദ്ധ കൊടുക്കുന്നൊരു വിഷയമാണ്. അതിനുവേണ്ടി ആഗോളതലത്തിൽ തന്നെ പിരിവെടുത്ത് അവിടേക്ക് ഭക്ഷണവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മളെ വിശ്വാസികൾ എന്താ പറയുക, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഏതെങ്കിലും യുക്തിവാദികൾ അരിച്ചാക്കുമായിട്ട് വന്നത് നിങ്ങൾ കണ്ടോന്നാണ് ചോദിക്കുക, അല്ലേ? ഇവിടെ വിശ്വാസികൾ, അത് പ്രത്യേക ഒരു മതത്തിൻ്റെ ചില വിശ്വാസികളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണത്. പേരെടുത്ത് തന്നെ അവർ ചോദിക്കാറുണ്ട്, ജബ്ബാർ മാഷെ നിങ്ങൾ കണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് അരി വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുക. പക്ഷെ അവരറിയാതെ പോകുന്നത് ഈ പറയുന്ന ഇതേ മതത്തിൻ്റെ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ മിഡിൽ ഈസ്റ്റ് റീജിയണിൽ തീരാ പട്ടിണിയാണ്. അവർക്ക് വെള്ളപ്പൊക്കത്തിൽ കൊടുക്കാനേ സാധിക്കുന്നുള്ളൂ. അവർ പ്രശ്നം ഉണ്ടാക്കി വെച്ച സ്ഥലത്ത് അവർക്കത് ഒന്നും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള ആളുകളുടെ തലയിലേക്ക് അത് ഇട്ട് കൊടുത്തുകൊണ്ട് അവർ സദാസമയം കാഫിറെന്നും സദാസമയം വൃത്തികെട്ടവരെന്നും അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവരെന്നും എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യൂറോപ്യൻ നാടുകളിലേക്ക് നീന്തി കയറാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാണ്. എന്തുമാത്രം ഒരു ഒരു എന്താ പറയുക, വൈപരീത്യമാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ വാക്കുമെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അവർക്ക് തിരിച്ചറിയില്ല. ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അമ്മാവൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതുപോലെയുള്ള ഇരട്ടത്താപ്പ്. ഇതാണ് നമ്മളെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മതത്തിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അതിനു വേണ്ടിയുള്ള അനുവാദം തരുന്നുണ്ട്. ആർട്ടിക്കിൾ 19 അതിൽ പറഞ്ഞതൊക്കെ പ്രകാരം ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഫ്രീഡം ഓഫ് റിലീജിയൻ, മതം സ്വീകരിച്ചും അത് പ്രചരിപ്പിച്ചും ഒക്കെ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സാധനം തെറ്റാണ് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നിയാൽ അതിൻ്റെ ഒപ്പം പോകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണത്. അത് പക്ഷേ നമ്മൾ വിശ്വാസികൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സാധനം മാത്രം അവരെടുക്കും. അതേതാണ്? ഫ്രീഡം ഓഫ് റിലീജിയനാണ്. അവർക്ക് തരാൻ കഴിയാത്തൊരു സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതേ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അതിനോടൊപ്പം പറഞ്ഞു വെക്കുന്ന സാധനം. അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്താണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. അതിൽ പറയുന്ന പ്രകാരമുള്ള ഈ ഏത്തീസ്റ്റുകൾക്ക്, അതല്ലെങ്കിൽ മറ്റ് മതവിശ്വാസമില്ലാതെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസത്തിലേക്ക് പോകാനുള്ള അവകാശം, ഇതൊന്നും വകവെച്ച് തരാൻ ഈ മതവിശ്വാസികൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഇസ്ലാമിലേക്ക് നിയമം എടുത്തു കഴിഞ്ഞാൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും അതിനെ തക്കം പാർത്തിരിക്കുകയും അതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കുകയും ചെയ്യുന്നത്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയം നിങ്ങൾക്കറിയാം. ഇന്നും ജയിലിലാണ് ആൾ. എന്താണ് ആൾക്കൊക്കെ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന മതത്തിൻ്റെ ജീവികൾ അവർ അബ്ദുൽ ഖാദർ ദുബായിലെത്താൻ വേണ്ടി കാത്തു നിൽക്കുകയും അവിടെ വെച്ചുകൊണ്ട് ആൾക്ക് പണി കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ. അവിടുത്തെ നിയമം ഇവനെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം മുതലാക്കി എന്നുള്ളതാണ്. നമ്മളോടും പറയുന്നത്, നീ ധൈര്യം ഉണ്ടെങ്കിൽ ദുബായിലേക്ക് വാടാന്നാണ് നമ്മളുടെയൊക്കെ ഇൻബോക്സിൽ വന്നിട്ട് ആളുകൾ പറയാറുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മതബോധം എത്രത്തോളം ആണ്, അവരുടെ ആ ഒരു വൈരാഗ്യം എത്രമാത്രം അവർ അതിന് വളം വെക്കുന്നു എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കുക. ഈ മതം അവർക്ക് കൊടുക്കുന്ന ഒരു ഊർജ്ജം അതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ മാത്രമല്ല, ഫ്രീഡം ഫ്രം റിലീജിയനും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാലഘട്ടമാണ് ഇത്. അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണിത്. നേരത്തെ സൂചിപ്പിച്ച ആ ഓഗസ്റ്റ് 22 എന്ന് പറയുന്നത് ഏതായാലും അടുത്ത വർഷം മുതൽ NRC നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്നുള്ള രീതിയിൽ അതൊരു വലിയ ഒരു ദിനമായിട്ട് തന്നെ ആചരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രചരണ പരിപാടിയും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രാതിനിധ്യവും എല്ലാം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ നിൽക്കണം. ഒറ്റ ഉദ്ദേശമുള്ളൂ, മതമില്ലാതെയും ജീവിക്കുക എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ നേടിയെടുക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഒരാളുടെയും വിലക്കുകളില്ലാതെ ഇത്തരം ആശയങ്ങൾ നമ്മളുടെ ചിന്തയിൽ നമുക്ക്
ശരിയെന്ന് തോന്നുന്ന ചില ചിന്തകൾക്കൊപ്പം ജീവിക്കാനുള്ള ഒരു അവകാശം അതുമാത്രമാണ്. അപ്പോൾ അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മതത്തിൽ നിന്നും വിട്ടുപോരുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ബിലീഫിൽ നിന്നും വിട്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നിയമങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് 18 രാജ്യങ്ങൾ അപ്പോസ്റ്റസിക്ക് നിയമം ഉണ്ട്. 18 രാജ്യങ്ങൾ മതം വിടുന്നത് ഒരു കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്ന 18 രാജ്യങ്ങൾ. അതിൽ 6 രാജ്യങ്ങൾ അവർക്ക് ജയിൽ ശിക്ഷയാണ് കൊടുക്കുക, 12 രാജ്യങ്ങൾ വധശിക്ഷയാണ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലാസ്ഫമി 71 രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് മതനിന്ദ കുറ്റമായിട്ട് കാണുന്ന രാജ്യങ്ങൾ. അതിൽ 7 രാജ്യങ്ങൾ മതനിന്ദയ്ക്ക് വധശിക്ഷയാണ് കൊടുക്കുന്നത്. ആ 7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മലേഷ്യ, മാൽഡീവ്സ്, മൊറിറ്റാന, നൈജീരിയ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, സുഡാൻ, UAE, അതുപോലെ യമൻ. ചില രാജ്യങ്ങളൊക്കെ രാജ്യം മൊത്തമായിട്ട് നിയമമില്ലെങ്കിലും ആ രാജ്യത്തെ ചില പ്രവിശ്യകളിൽ അത്ര നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുൾപ്പെടെയാണ് ഈ നമ്പർ നമ്മളിവിടെ കാണുന്നത്. ഇതിൽ മൗറിറ്റാന എന്ന് പറയുന്ന രാജ്യം വളരെ രസകരമായൊരു രാജ്യമാണ്. നമുക്കറിയാം, അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിരോധിക്കുന്ന വേളയിൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് അന്നും ഈ പറയുന്ന അടിമ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. അന്ന് ആ നിയമത്തിന് അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനത്തിനോട് യോജിക്കാതെ ഇസ്ലാം ഞങ്ങൾക്ക് അടിമ വ്യവസ്ഥിതി അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഇസ്ലാമിക രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നു, ഒപ്പുവെക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ അവർ കെയ്റോ പാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു നിയമം ഉണ്ടാക്കുകയും അതുവഴി ദൈവത്തിൻ്റെ നിയമം എന്നുള്ള രീതിയിലെല്ലാം അവിടെ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പാരഡി സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിൽ തന്നെ പല രാജ്യങ്ങളും അവസാനം 1960-68 ആയപ്പോൾ UN-ൻ്റെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അതിൽ ഒപ്പുവെക്കേണ്ടി വന്നു. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ വരെ അതിൽ നിന്ന് 60-കളൊക്കെ ആയപ്പോഴാണ് അതിൽ നിന്ന് ഒപ്പുവെച്ച് പിന്മാറുന്നത്, അല്ലെങ്കിൽ അതിൽ ആ നിയമം അവിടുന്ന് പിൻവലിക്കാൻ തയ്യാറാവുന്നത്, ക്രിമിനലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന അടിമ വ്യവസ്ഥിതി. അന്നും അത് ചെയ്യാതെ നിന്നൊരു രാജ്യമാണ് ഈ മൗറിറ്റാന എന്ന് പറയുന്ന രാജ്യം. അടിമ വ്യവസ്ഥിതി അതിനുശേഷവും ഈ മൗറിറ്റാനയിൽ നിലനിന്നു. ഏറ്റവും ഒടുവിൽ അത് നിരോധിക്കുന്നത് അല്ലെങ്കിൽ അത് ക്രിമിനലൈസ് ചെയ്യുന്നത് 2007-8 ആ കാലഘട്ടത്തിലാണ്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമയത്തിനടുത്താണ് അത് സംഭവിക്കുന്നത് പറയുമ്പോൾ എങ്ങനെയാണ് അവരതിന് കാരണം കണ്ടെത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ, മതം ഞങ്ങൾക്കത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് മതം? ഇസ്ലാം. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് അവസാനം വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്തുകൊണ്ട് മതവിമർശനം, ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയത്തിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതല്ലാതെയുള്ളത് വേറെ ഉണ്ട്, നമ്മൾ പറയാൻ പോയാൽ ലിസ്റ്റ് തീരില്ല. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ബ്ലാസ്ഫമി ലോ അവസാനിപ്പിച്ച രാജ്യങ്ങൾ, അതിൽ നേരത്തെ പറഞ്ഞു, ഇവിടെ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം മാൾട്ട, നോർവേ, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, കാനഡ, അയർലൻഡ്, ന്യൂസിലൻഡ് ഇതുപോലെയുള്ള രാജ്യങ്ങൾ. നമുക്കറിയാം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും റിപ്പോർട്ട് പറയാറുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന രാജ്യങ്ങൾ എന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കുക. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിയെ അളക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മതരഹിതമായിട്ട് നിൽക്കുന്നതും. അതോടൊപ്പം തന്നെ ബ്ലാസ്ഫമി ലോ പോലെയുള്ള കാടൻ നിയമങ്ങൾ, മാനവിക വിരുദ്ധമായ നിയമങ്ങൾ, പൊള്ളയായ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി നിയമം, മനുഷ്യൻ്റെ നിയമം വേണ്ടി വരുന്നു എന്ന് പറയുന്ന പോലെയുള്ള വളരെ ഇല്ലോജിക്കലായിട്ടുള്ള സംഗതികൾ ഒക്കെ എടുത്തു മാറ്റി ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന രാജ്യങ്ങളായിട്ട് ഇന്ന് നിൽക്കുന്നത് ഇതേ പുരോഗമിച്ച രാജ്യങ്ങൾ തന്നെയാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഈ ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ മതരാജ്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് നിൽക്കുക എന്നുള്ളതെങ്കിലും നമ്മളൊന്ന് ഓർക്കണം. അപ്പോൾ കാര്യം ഏതാണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് മതം എന്നുള്ളതിൻ്റെ ഒരു വശം ഇത് തന്നെയാണ്. ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ട് മതവിശ്വാസം എന്നുള്ളതാണ്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വാക്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വാക്ക്, 2 ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ 2 കാര്യവും വിശ്വാസം തന്നെയാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നതും വിശ്വാസമാണ്,
ട്രസ്റ്റ് എന്ന് പറയുന്ന വ്യത്യാസമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറയുന്ന സാധനം, അതിന് തെളിവുകൾ വേണ്ട. തെളിവുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു സംഗതിയെ വിശ്വസിക്കാം. അതിനെ നമുക്ക് ഭക്തി എന്ന് വിളിക്കാം, ഫെയ്ത്ത് എന്ന് വിളിക്കാം. അതേസമയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ട്രസ്റ്റ് എന്നാണ് നമുക്ക് വിളിക്കുക. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അത് ശരിക്കും ഭക്തിയാണ്, ദൈവഭക്തിയാണ്. അവിടെ തെളിവൊന്നും വേണ്ട. ദൈവത്തെ കാണണ്ട, ദൈവം ആർക്കെങ്കിലും സഹായം ചെയ്തതായിട്ട് നമ്മൾ കാണണ്ട, ആർക്കെങ്കിലും പണി കൊടുത്തതായിട്ട് കാണണ്ട. പക്ഷെ നമ്മൾ വിശ്വസിക്കും. അതേസമയം ഒരു റോക്കറ്റിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഭക്തി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് പൊങ്ങി അവിടെ എത്തണം, നമ്മൾ മൊബൈലിൽ സിഗ്നൽ കിട്ടണം എന്നുള്ളത് തെളിവ് കിട്ടിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓക്കെ അതവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റോക്കറ്റിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഏത് വിഷയം നമുക്കതുപോലെയാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. ആ തെളിവുകൾ എങ്ങോട്ട് നയിക്കുന്നു അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തേത് എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിട്ടൊരു വളരെ നീണ്ട ഒരു പ്രസൻറ്റേഷൻ